വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വരികയാണ് MP രാഹുൽ ഗാന്ധി. നഷ്ടപരിഹാരം നൽകാൻ വൈകുന്നത് ഗുരുതര വീഴ്ചയാണ് എന്ന് രാഹുൽ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളിൽ മരിച്ച അജീഷിന്റെയും പോളിന്റെയും വീടുകളിൽ രാഹുൽ ഗാന്ധി എത്തി. വന്യജീവി ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടും വനമന്ത്രി ജില്ലയിലെത്താത്തതിൽ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി MP 3 വീടുകളിലും സന്ദർശനം നടത്തിയത്. അദ്ദേഹത്തിന്റെ സന്ദർശനം കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമായി. Even after people are losing their lives, are getting injured, they are not having a proper medical college here. And I've written to the Chief Minister and I would request him again to please expedite this matter. It is almost becoming a joke now. പടമലയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന അജീഷിന്റെ വീട്ടിലാണ് രാഹുൽ ഗാന്ധി ആദ്യം എത്തിയത്. അജീഷിന്റെ അച്ഛൻ നമ്മോടൊപ്പം ചേരുകയാണ്. രാഹുൽ ഗാന്ധി ആശങ്ക അറിയിച്ചു. മറ്റൊരു വീട്ടിലേക്ക് ഇനി ഇതുപോലെ കയറി ചെല്ലാൻ നമുക്ക് ഇടവരുത്തരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അജീഷിന്റെ മകൾ കൂടി ചേരുന്നുണ്ട്. ആ ചേച്ചിക്ക് സംഭവിച്ച കണക്ക് ഇനി വേറെ ആർക്കും സംഭവിക്കില്ലെന്ന് എനിക്കൊന്നും കൂടി പറയാനേ ഉള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി എല്ലാ സഹായം ഉണ്ടാവും പറഞ്ഞു അല്ലേ? സഹായം ഉണ്ടാവും രാഹുൽ ഗാന്ധി പറഞ്ഞു. അത് വയനാട്ടിന് ഇത് ശാശ്വത പരിഹാരം കിട്ടാൻ സാധ്യത കുറവാണ്. വയനാട്ടിന് മൊത്തം ഇപ്പോ ആനേന്റെ ഭീതി വരുത്തി വെച്ചേക്കുവോ. ജോലിക്കിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലായിരുന്നു അടുത്ത സന്ദർശനം. പണമല്ല കാര്യം, എനിക്കൊരു അപ്പനായിട്ട് വേണ്ടേ, ഞാൻ ഇങ്ങനെ കഴിയണ്ടേന്ന് ഇത്ര ചെറുപ്പത്തില് അവൾ പറഞ്ഞു കേക്ക്. ഈ വീട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് വയനാട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കണം എന്നാണ്. അത് മിനിസ്റ്ററായിട്ട് ചോദിച്ചത് നടപ്പാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാസം മുൻപ് കടുവ കൊന്നുതിന്ന പ്രജീഷിന്റെ മൂടക്കൊല്ലിയിലെ വീട്ടിലും സന്ദർശനം നടത്തിയ ശേഷമാണ് രാഹുൽ കൽപ്പറ്റയിലെ അവലോകന യോഗത്തിനെത്തിയത്. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. When a family loses a member, especially a poor family, it is not good enough to give them compensation after a long time. The compensation needs to come immediately because they need the money immediately. സന്ദർശനം പൂർത്തിയാക്കി ഉച്ചയോടെ രാഹുൽ വയനാട്ടിൽ നിന്ന് മടങ്ങി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന വിമർശനമാണ് രാഹുൽ പ്രധാനമായും ഉയർത്തിയത്. വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും എടുത്തു പറഞ്ഞു. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.